ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു ശതകോടീശ്വരനാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. പക്ഷേ അദ്ദേഹം നാമനിർദ്ദേശ പത്രികയിൽ അത് കൃത്യമായി കാണിച്ചിട്ടില്ലെന്നാണ് ഇരു മുന്നണികളുടെയും ഒക്കെ തന്നെ വലിയ പരാതിയായി വന്നിട്ടുള്ളത്. നിയമം എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസും CPI-ഉം. നാമനിർദ്ദേശ പത്രികയിൽ സ്വത്ത് വിവരം കൃത്യമായി നൽകിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് ആരോപണം ഉയർത്തിയെങ്കിലും പത്രിക വരണാധികാരി സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷനെയും കോടതിയെയും സമീപിക്കാൻ ഇരു മുന്നണികളും തയ്യാറെടുക്കുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ CPI-ഉം മൗനം പാലിച്ചെന്ന് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥനും ആരോപിച്ചു. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന വേളയിലാണ് നിയമം UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ ആരോപണം ഉന്നയിച്ചത്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ സത്യവാങ്മൂലത്തിൽ കർണാടകയിലെ 200 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വത്ത് സംബന്ധിച്ച വിവരം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു ആക്ഷേപം. പത്രിക പരിശോധിച്ച് മാറ്റിവെച്ചുവെങ്കിലും പിന്നീട് വരണാധികാരി പത്രിക സ്വീകരിച്ചു. രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി നൽകാൻ UDF തയ്യാറായില്ലെന്നാണ് ശബരിനാഥന്റെ ആരോപണം. LDF ഒരു ചെറിയ തുണ്ട് പേപ്പറിൽ പോലും ഒരു ആരോപണം ഉന്നയിച്ചില്ല. ഇത്രയും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരൊന്ന് കൂടെ നിൽക്കണ്ടേ? ഇതൊരു പൊതുവിഷയമല്ലേ, ഒരു ധാർമ്മികതയുടെ വിഷയമല്ലേ? വലിയ ധാർമ്മികതയുടെ അപ്പോസ്റ്റർമാരായി നിൽക്കുന്ന LDF-ന്റെ നേതാക്കൾ അദ്ദേഹത്തെ അവിടുത്തെ സ്ഥാനാർത്ഥിയോ ഈ വിഷയത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞില്ല. ക്ലിയറാണ്. സൂക്ഷ്മ പരിശോധന നടത്തുന്ന തൊഴിൽ ഭവനിൽ എത്തിയ LDF സ്ഥാനാർത്ഥി V. ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ വൻതോതിൽ വിവരങ്ങൾ മറച്ചുവെച്ച നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും നിയമവിരുദ്ധമായ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെടുന്നു. എന്നാൽ ആരോപണം രാഷ്ട്രീയ പ്രേരിത മാത്രമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് കോൺഗ്രസ് ഇത് പറഞ്ഞത് ആദ്യമായിട്ടൊന്നുമല്ല. 2024 ലോക്സഭ ഇലക്ഷനിലും പ്രചരണം നടത്തി. അങ്ങനെ എന്തെങ്കിലും അവരുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കോർട്ട് പോകണം, ഇലക്ഷൻ കമ്മീഷനോട് പോകണം, അവിടെ തീരുമാനിക്കട്ടെ. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന നേമത്ത് നാമനിർദ്ദേശ പത്രികയുടെ പേരിൽ പുതിയൊരു വിവാദത്തിന് കൂടി തിരികൊളുത്തിയിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.